എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു മീൻപിടുത്തമായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വെറ്റിലപ്പാറ പുഴയാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ശ്രീതാശാനും സുനിപ്രോയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ശ്രീതാശൻ കുറച്ച് കരിമീനുകളെ കുഞ്ഞുങ്ങളെ വളർത്താൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടിയാണ് നമ്മളിന്ന് പുഴയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വല വീശി മീനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങി പോകാം. അപ്പോൾ നമ്മുടെ വെറ്റിലപ്പാറ പുഴയാണ്, അതിരപ്പള്ളി പുഴയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെറ്റിലപ്പാറ ഏറ്റുമുഖം പാലാണ് കാണുന്നത്. നമ്മുടെ സിലോസ്ട്രോമിൻ്റെ ഫ്രണ്ടിലുള്ള പാലാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് പാലത്തിനടിയിലേക്ക് വന്ന്. അവിടെ എന്തോ കല്യാണം ഫോട്ടോഷൂട്ടാണ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് വളർത്താനായിട്ട് ചെറിയ ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കരിമീനെ വളർത്താവുന്ന പരിപാടിയാണ്. അത് നമ്മുടെ ശ്രീജിത്തുറോട് പറഞ്ഞ ശ്രീതാശാണ് പറഞ്ഞ നമുക്ക് കരിമീനെ ഇവിടെ വെറ്റിലപ്പാറ പുഴയിലുണ്ട്. അപ്പോൾ നീസ് വന്നാൽ ഞങ്ങൾക്ക് ചൂണ്ടിട്ട് പിടിച്ചു തരാം, അല്ലെങ്കിൽ ചൂണ്ടിട്ട് പിടിച്ചാൽ നമുക്ക് ചത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല വീശി പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് വല വീശി പിടിക്കാനുള്ള ഇതിന് വന്നേക്കണത്. ഇവിടെ ചെങ്ങാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാറുണ്ട്. ഇവിടെ ചെങ്ങാടത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, ചെറിയ പങ്കായൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കരിമീനുണ്ടോ? ഇത് നമ്മുടെ സുനിപ്രോയാണ്, നമ്മുടെ ക്യാമറമാനായിരുന്നു. പിന്നെ ആളിങ്ങനത്തെ ചൂണ്ടപ്പുരയിലൊന്നും ക്യാമറയ്ക്ക് വരില്ല, ഫുൾ ചൂണ്ട സെക്ഷനിലാണ് ആൾ നിൽക്കുള്ളൂ. നമ്മുടെ വെറ്റിലപ്പാറ പാലാണിത് അടുത്ത് കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ കല്യാണ ടീം എന്തോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൂണ്ടകൾ നടക്കണേ നമ്മുടെ കരിമീൻ പിടുത്തം കുറച്ചതിൻ്റെ ഉള്ളത് പറയണേ. അവർ നല്ല വെയിലൊക്കെ ആയിരുന്നേ, കരിമീൻ ലീവാന്ന് പറഞ്ഞത്, ഞായറാഴ്ച അല്ലേ. പിന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ കരിമീൻ പിടിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ ചൂണ്ടിട്ട് മീൻ പിടിച്ച് കാണിച്ചായിരുന്നു പറയണേ. നമുക്കിവിടെ ചെങ്ങാടം കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ചെങ്ങാടത്തിൻ്റെ ഓണർ കൂടി ഇല്ല, അതിൻ്റെ ആളാരെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് ചെങ്ങാടൊക്കെ എടുത്തുനിന്ന് പുഴയിലൊക്കെ ഒന്ന് കറങ്ങാറുന്നു. കരിമീൻ അന്വേഷിച്ചുള്ള യാത്രയാണ് നമ്മുടെ. അപ്പോൾ ഏകദേശം നല്ല നല്ല പാറകളൊക്കെ കയറി ഇറങ്ങി നമ്മൾ പോണേ. ഇത് കണ്ടോ, അതെ പുഴയ്ക്ക് കുറുകെ ഒരു ലൈൻ കമ്പി പോയിക്കണുണ്ടോ? ഇത് കണ്ടോ, അത് ലൈൻ കമ്പിയാണ്. ഇവിടുന്ന് നേരെ പുഴയുടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് വലിച്ചുകളാണ്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു വൈകുന്നേരമൊക്കെ സമയത്ത് വന്നിരുന്ന് ചൂണ്ടിടാനൊക്കെ ഭയങ്കര ഒരു പ്രത്യേക രസമായിക്കോട്ടോ. ഇവിടെ കരിമീനില്ല. അപ്പം ഞാൻ കരിമീനുള്ള അടുത്ത നാളേക്ക് പോവാണ്. നമ്മളിപ്പോൾ പുഴയിടത്തൊക്കെ തീറ്റിട്ടു, പക്ഷേ കരിമീനൊന്നും വന്നില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടി കയറി മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വെറ്റിലപ്പാറ 13 സെൻറ്റർ കഴിഞ്ഞിട്ട് ഒരു വഞ്ചിക്കട എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ കരിമീനൊക്കെ ഉണ്ടാവുമെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മുളക്കൂട്ടം കായലേക്കുന്നത് ഉണ്ട്. ഇത് നമ്മളെ പുഴയുടെ അടുത്ത് വരെ നമുക്ക് വഴി ടാർ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന് പറയുന്നത് വഞ്ചിക്കട എന്ന് പറയുന്നത്. ഞങ്ങളിത് വഞ്ചിക്കടവിലാണ് വീശാൻ പോണേ. ഇത് വഞ്ചിക്കടവിലേക്ക് നടക്കണേ. ഇതാണ് വഞ്ചിക്കടവ്. ഇത് പറഞ്ഞാൽ വഞ്ചിക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നേ വെറ്റിലപ്പാറ പാലം പറഞ്ഞേക്കാൾ മുമ്പ് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഇവിടെ ഫെറിയൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ സ്ഥലമാണിത്. ഫെറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ജങ്കാറ് പോലെ വണ്ടി കടത്തണ ചെറിയൊരു ഇത് നമ്മുടെ പുഴയുടെ അപ്പുറത്ത് കടത്താൻ. അപ്പോൾ നമ്മുടെ ആ പുഴയുടെ അപ്പുറം അയ്യമ്പുഴ പ്ലാന്റേഷനിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു നടയാണിത്. അവിടെ നിന്ന് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ടോ, ഇത് ആ ഫെറിയൊക്കെ വന്ന് വരുമ്പോൾ കെട്ടി നിർത്തുന്ന ക്ലാമ്പൊക്കെ ഇത് കാണുന്നത്.
കരിമീൻ ഉണ്ടായില്ല. അതെ ആകെ കിട്ടിയ സാധനമാണിത്. കരിമീനൊക്കെ ഏകദേശം വെയിലെ കാറ്റ് വരുന്ന നമ്മള് അവിടെ നിന്നും കഴിഞ്ഞത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കരിമീനുള്ള തീറ്റ കുഴക്കണേ. ഇത് കരിമീനുള്ള തീറ്റാണോ? അല്ല ഇത് കരിമീനുള്ള തീറ്റല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ചെങ്ങാടൊക്കെ ഉണ്ട് കേട്ടോ. ചെങ്ങാടം ഒരു മരക്കട്ടൊക്കെ ആയിട്ട് വെച്ച് ഇവിടെ സ്ഥിരം ചൂണ്ടക്കാരും ആൾക്കാരൊക്കെ ഉള്ളതാണ്. നല്ല ഉച്ച നേരമായ കാരണം കരിമീനൊന്നും കിട്ടണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചൂണ്ടിടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചൂണ്ടിട്ട് നിൽക്കണവരൊക്കെ. പിന്നെ നമുക്കിവിടെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ട് ചൂണ്ടിടാനായിട്ട്. അവരുടെ സ്ഥിരം പറഞ്ഞ ടീമുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരെ കൂടെ നിന്ന് ചൂണ്ടൊക്കെ ഇടാമെന്ന് ചെയ്യണേ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് പോയി. അപ്പോൾ ആ നേരത്തിന് നമുക്ക് മീൻ കുടുങ്ങിയത്. അപ്പോൾ നമ്മുടെ ആ സുഹൃത്തുക്കൾ തന്നെ പിടിച്ച് കയറ്റി വെച്ചായിരുന്നു. നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മൾ വന്നു. പെട്ടെന്ന് വന്നാലും നമുക്ക് ചെമ്പല്ലിയുടെ ഒരു കുഞ്ഞിന് കിട്ടണത്. ചെമ്പല്ലിയാണിത്. നമുക്കിതിൻ്റെ വലുതൊക്കെ കിട്ടാറുണ്ട് ഇടയ്ക്ക് വരുമ്പോഴൊക്കെ. 2 കിലോ 3 കിലോനൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുവരെ കരിമീനൊന്നും കിട്ടിയില്ല. ഒരു ചെമ്പല്ലിനെ കിട്ടി നമുക്ക് ചൂണ്ടിട്ടിട്ട്. പിന്നെ ഇപ്പോൾ കരിമീൻ എന്തായാലും വീശി പിടിക്കും. അപ്പോൾ അതിനുള്ള വലയൊക്കെയാണ് ഞാൻ റെഡി ആയിരിക്കണേ. എന്തായാലും ഇവിടെ കരിമീനൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഈ കരിമീനൊക്കെ ശരിക്കും പറഞ്ഞാൽ വെയിലില്ലാത്ത സ്ഥലങ്ങളിലെ കരിമീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഏകദേശം 5 മണിയൊക്കെ ആയി. രാവിലെ വന്നാണ് കരിമീൻ പിടിക്കാനായിട്ട്. കാലത്ത് വന്നതാണ്. കരിമീനൊന്നും കിട്ടിയില്ല. അതെ എത്ര മീനുകൾ കിട്ടി ഈ വൈകുന്നേരം വരെ വീശിട്ട് ചൂണ്ടിട്ടൊക്കെ. ഒരു കരിമീൻ തന്നെയല്ലടാ. ഒരു കരിമീൻ തന്നെയല്ലേ? ഒരു കരിമീനാണ് ഈ നേരം വരെ വീശിട്ട് കിട്ടിയിട്ടേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.